അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയത് ആക്ച്വലി സ്മാർട്ട് ഷോ വന്നതിന് ശേഷമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ബിസിനസ് ഇതുപോലൊരു കോഴ്സ് ചെയ്തത് സ്മാർട്ട് ഷോ ആണ്. അപ്പോൾ അത് അത്രത്തോളം എഫക്റ്റീവായത് അവിടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്കൂളിനകത്ത് 8ാമത്തെ വർഷത്തെ ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ അതിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് 10% മാത്രമാണ്. അപ്പോൾ ഇതിനെനിക്ക് നന്നായിട്ട് സ്മാർട്ട് ഷോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് 100% പറയാൻ പറ്റും. ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഒരുപാട് മെൻറ്ററിങ്ങും ഒക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം റിസൾട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എല്ലാവരും നമ്മളിപ്പോൾ 10 പേരുണ്ടെങ്കിൽ അതിൽ കൂടുതൽ മെൻറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു മേഖലയല്ല, ഒരുപാട് മേഖലകൾ കൂടുന്നതാണ് ബിസിനസ്. അപ്പോൾ ആ മേഖലയിലെ എക്സ്പെർട്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ പ്രൊഡക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. 3 മാസം നമ്മൾ ഇതിൻ്റെ വാല്യുവേഷൻ അടക്കം നമുക്കത് കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര വാല്യൂ ഫീൽ ചെയ്തു. ഈ ഒരു പ്രൈസിന് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് തന്നതിന് നന്ദി. ഞാൻ എന്തിനാണോ സ്മാർട്ട് സിഇഒ പ്രോഗ്രാമിന് വന്നത് അതിൻ്റെ ഉദ്ദേശം നടന്നു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് എനിക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് കിട്ടി. ഇവിടെയുള്ളൊരു വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇവിടെ നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ എക്സ്പേർട്സുമായി ബന്ധപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് സ്മാർട്ട് സിഇഒയെ പറ്റിയിട്ട് ഒരു അതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ശരിക്കും റിയലൈസേഷൻ എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ അതിൽ ഒന്ന് നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഡയഗ്നോസിസിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതേപോലെ അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം 2 ദിവസം ഇരുന്നതിന് ശേഷം പിന്നെ അതിൽ നമ്മളെ എന്ത് ചെയ്തു, കാര്യം ചില സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക നമ്മളൊരു സംഭവമാണെന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മളതല്ല എന്നുള്ളത് വേറൊരാൾ പറയുമ്പോൾ ശരിക്കും നമുക്കൊരു ബോധ്യവും ചെയ്യും. അതിനുള്ള കാരണം കൂടെ എന്ത് ചെയ്യണം, നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടത് പറയുന്ന സമയത്ത് റിയലൈസ്ഡ് കുറേ അറിവുകൾ കിട്ടി. അതിനുവേണ്ടി എക്സ്പെർട്ടിനെ കൂടെ കിട്ടി. സംശയം ചോദിക്കാൻ എന്ത് ചോദിച്ചാലും മടിയില്ലാതെ പറഞ്ഞാൽ കുറച്ച് ആളുകളെ കാണാൻ വലിയ സംഭവമാണല്ലോ. അതൊരു വലിയ അനുഭവമായി തോന്നി. ഒരുപാട് കോച്ചിങ് ക്ലാസ് പോയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടാത്ത ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റിയ വെച്ചാൽ ഇപ്പോൾ സാറിൻ്റെ ഒക്കെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ സാറ് സംസാരിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി തോന്നും. അങ്ങനെ ഒരു ഭയങ്കര അത്ഭുതമുള്ളൊരു സംഭവമായിട്ട് സിഇഒക്ക് തോന്നിപ്പോയി. പോലൊക്കെ എന്നോട് ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കെന്താ ഇനിയും ഇങ്ങനെ 2 ദിവസമൊക്കെ പോയി ക്ലാസ്സിന് ഇരിക്കേ പ്രാന്താണോ എന്നുള്ളത് തന്നെ ചോദിച്ചത്. അപ്പോൾ ശരിക്കും എനിക്ക് പോലെ കുറിച്ച് സങ്കടം തോന്നുന്നത് ഈ ഒരു ഇത്രയും ഒരു സീരിയസ് കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇത്രയും നല്ലൊരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയ ഹതഭാഗ്യരായിട്ടാണ് എനിക്ക് എൻ്റെ 2 ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഫീലിംഗ്.